ചെമ്പനീർപ്പൂവ് ഭയങ്കരമായിട്ട് നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാട്ടോ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. നമ്മുടെ സച്ചി അറിയുകയാണ് നമ്മുടെ രേവതിയാണ് ആ ഒരു കല്യാണത്തിന് സാക്ഷി ഒപ്പിട്ടത്. അപ്പൊ എല്ലാവരും കൂടി വിചാരിക്കുകയാണ് നമ്മുടെ രേവതിയാണ് അവരുടെ കല്യാണം രഹസ്യമായി നടത്തി കൊടുത്തതെന്ന്. അപ്പൊ നമ്മുടെ രേവതിയുടെ അടുത്ത് വന്ന് നമ്മുടെ സച്ചി കുറെ ചൂടാവുന്നുണ്ട്. എഴുതി എന്റെ അച്ഛനെ ചതിച്ചാൽ ഇനി ഞങ്ങളുടെ മുമ്പിൽ വന്നു പോകരുത്, എവിടെയെങ്കിലും പോകും, അല്ലെങ്കിൽ തന്നെ ഞാൻ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് ഭയങ്കര ഭീഷണിയാ. അപ്പൊ നമ്മുടെ പോലീസ് പറയുന്നുണ്ട്, എടാ നിന്റെ ഇത് വീടല്ല, ഇത് പോലീസ് സ്റ്റേഷനാണ്, ഇവിടെ സൗണ്ട് ഉണ്ടാക്കരുതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ സച്ചി രേവതിയെ പുറത്തോട്ട് വലിച്ചടിച്ചിട്ട് പോലീസ് സ്റ്റേഷന് പുറത്തോട്ട് വലിച്ചടിച്ചിടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്റെയും അച്ഛന്റെയും കൺമുമ്പിൽ ഇനി വന്നു പോകരുത്, എവിടെയാണെങ്കിലും പൊക്കോന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഞാനല്ല, എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എനിക്ക് ഒരു സാധനവും കേൾക്കണ്ട, നീ ഇനി വാ തുറന്നാൽ ഞാൻ തൊള്ളി കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിയൊക്കെ മുഴക്കി നമ്മുടെ രേവതിയെ പുറത്തോട്ട് വലിച്ചടിച്ചിട്ട് നമ്മുടെ സച്ചി നേരെ ജയിലിന്റെ ഉള്ളിലേക്ക് പോകുക, നമ്മുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുക. അപ്പൊ അച്ഛനാണെങ്കിൽ തൻ്റെ മകൻ ചതിച്ചു, താൻ ഏറെ സ്നേഹിച്ചിരുന്ന തൻ്റെ മകൻ, തൻ്റെ മരുമകളും തന്നെ ചതിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിങ്ങിപ്പൊട്ടി ഇങ്ങനെ നെഞ്ചു തകർന്നിരിക്കും ആ ഒരു ലോക്കപ്പിനുള്ളിൽ. നമ്മുടെ സച്ചി വിളിച്ചിട്ട് പോലും വിളി കേൾക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് നമ്മുടെ അച്ഛനായിട്ട് നമ്മുടെ രവീന്ദ്രൻ. അപ്പൊ സച്ചിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരുക. അപ്പൊ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ ഒരു പുതിയ വീട്ടില് നമ്മുടെ വർഷയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുവാട്ടോ. അപ്പൊ അവര് കുറച്ച് ദൂരെയാണ്. അപ്പൊ അവരിങ്ങനെ ആരും അറിയിക്കാതെ കേട്ടോ അവിടെ താമസിക്കുന്നത്. അപ്പൊ നമ്മുടെ വർഷയുടെ ഫ്രണ്ടും പറയുന്നുണ്ട്, നിങ്ങളിവിടെ ഉള്ള കാര്യം നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ഒരു മനുഷ്യനും അറിയില്ല, നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കുക, ഈ വീട് ഇവിടെ വെറുതെ കിടക്കുക എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഫ്രണ്ട് ഈ നമ്മുടെ വർഷയ്ക്കും ശ്രീകാന്തിനെ വീട് വിട്ടുകൊടുത്തിട്ട് അവർ വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിലും നമ്മുടെ രേവതിയുടെ തന്നെ കാര്യം, അയ്യോ ഏട്ടത്തി ഇതിലോട്ട് വലിച്ചടിച്ചിടണ്ടായിരുന്നു, ഏട്ടത്തിയുടെ എല്ലാവരും കൂടി ഏട്ടത്തി ഇപ്പൊ ക്രൂശിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമുണ്ട്. അപ്പം നമ്മുടെ ശ്രീകാന്തിന് നമ്മുടെ രേവതിയുടെ കാര്യം ഓർത്തിട്ട്. അപ്പൊ നമ്മുടെ വർഷ ഒന്ന് പോ ശ്രീകാന്ത്, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു സന്തോഷം പോലും ഇല്ലയോ, ഒരേട്ടത്തിയുടെ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ, അവര് കുഞ്ഞു കുട്ടിയൊന്നും അല്ലല്ലോ, അവരെന്തെങ്കിലും പറഞ്ഞ് തടി തപ്പിക്കോളും, നീ ഇപ്പൊ എങ്ങനെ എന്താ പറയാ ഏട്ടത്തിയുടെ കാര്യം ചിന്തിച്ചിരിക്കാനാണെങ്കിൽ നീ അവിടെ നിന്ന് അങ്ങോട്ട് വയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞുകൊണ്ട്, അങ്ങനെയല്ല വർഷ, നമ്മുടെ ഏട്ടത്തിയുടെ പിന്നാലെ വീട്ടിലേക്ക് പോകാം എന്നല്ലേ പറഞ്ഞത്, അവിടെ നമ്മളെ ഏട്ടത്തിയെ ചതിച്ചില്ലേ, ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തില്ലേ, ഇനിയിപ്പോ ഏട്ടത്തിയുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ സങ്കടപ്പെടുമ്പോൾ വർഷ ഭയങ്കര ദേഷ്യപ്പെടും. എന്നാ നീ എങ്ങോട്ടെങ്കിലും പൊക്കോ, ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ ശ്രീകാന്ത് എന്നാ പോട്ടെ സാരില്ല, ഏട്ടത്തി എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തും മനസ്സ് മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോഴത്താണെങ്കിൽ നമ്മുടെ രേവതി നമ്മുടെ ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഫോൺ സ്വിച്ച് ഓഫ്. ശ്രീകാന്തിനെ ഒന്ന് വിളിച്ചിട്ട് ഈ ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ട് നമ്മുടെ രേവതിക്ക് പറ്റുന്നും കൂടിയില്ല. നമ്മുടെ രേവതിയുടെ ജീവിതം ആകെ താറുമാറായി. അവിടെ ഒരു പുതിയ ജീവിതം നമ്മുടെ ശ്രീകാന്ത് കെട്ടിപ്പടുക്കുമ്പോൾ ഇവിടെ നമ്മുടെ സച്ചിയും രേവതിയും വേർപിരിഞ്ഞ അവസ്ഥയിലാണ്. ഇനി ഒരിക്കലും അവർ ഒന്നാകും എന്നൊന്നും തോന്നുന്നില്ല കേട്ടോ. പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷയും വേണ്ട അല്ലെ. ഈ ഒരു ഇത്രയും ഒരു വലിയ ചതിയാണ് നമ്മുടെ ശ്രീകാന്ത് വന്ന് പറഞ്ഞാൽ പോലും ശ്രീകാന്ത് ഓൾറെഡി ആ ഫാമിലി ചതിച്ചു. ഇനി അതിൻ്റെ ഇടയിൽ ശ്രീകാന്ത് രേവതിയുടെ കാര്യം പറഞ്ഞ് സോൾവ് ആക്കാൻ നിന്നാൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? അപ്പൊ എന്തായാലും നമ്മുടെ സച്ചിയും രേവതിയും എന്നേക്കുമായി വേർപിരിയുന്നു എന്ന് തന്നെയാണ് സത്യം കേട്ടോ. അപ്പൊ ഇനി എങ്ങാനും ഇനി ഒന്നിക്കുകയാണെങ്കിൽ അത് ചെമ്പനീർപ്പൂ പരമ്പരയുടെ ചിലപ്പോൾ ക്ലൈമാക്സിലായിരിക്കും ഇവർ ഒന്നിക്കുന്ന ഒരു രംഗം ചിലപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കേട്ടോ. അല്ലെങ്കിൽ ഇനി നമ്മുടെ രേവതി എങ്ങാനും വിശേഷമൊക്കെ അറിയിക്കുന്ന നിമിഷം രേവതി ഓൾറെഡി പ്രഗ്നന്റ് ആണ്, കുഞ്ഞുണ്ട് ഉള്ളില്, അങ്ങനത്തെയൊക്കെ വല്ല നിമിഷങ്ങളൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഒന്നാകുമായിരിക്കും, പറയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് രേവതിയെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സമയം തന്നെയാണ്. സച്ചിക്ക് തന്നെയല്ല, പിന്നെ നമ്മുടെ അച്ഛനും രേവതിയുടെ അടുത്ത് അത്ര മൈൻഡൊന്നും കാണിക്കുന്നില്ല. പണ്ട് നമ്മുടെ സച്ചി തള്ളി പറഞ്ഞാലും നമ്മുടെ അച്ഛൻ ചേർത്ത് പിടിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ അച്ഛനും ചേർത്ത് പിടിക്കാൻ സാധ്യതയൊന്നുമില്ല അല്ലെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പൊ ഇതേപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.